പീപ്പിൾ ടി വി എക്സ്ക്ലൂസീവ്. വെള്ളാപ്പള്ളിക്കെതിരെ ഗുരുതര പരാമർശങ്ങളുള്ള വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ ടി വിക്ക് ലഭിച്ചു. മൈക്രോ ഫിനാൻസ് വഴി ഉയർന്ന പലിശയ്ക്ക് പണം കടം കൊടുക്കുന്നതായി വിജിലൻസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 4% മുതൽ 8% വരെ പലിശയ്ക്ക് SNDP യോഗത്തിന് ലഭിക്കുന്ന പണം 13% മുതൽ 18% വരെ പലിശയ്ക്ക് നൽകിയതാണ് വിജിലൻസ് അന്ന് കണ്ടെത്തിയത്. ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജീവൻ കുമാർ ചേരുന്നു. ജീവൻ, VS അച്യുതാനന്ദൻ ആരോപിച്ചു, അതിനുശേഷം പീപ്പിൾ ടി വി പല തെളിവുകളോടും കൂടി വിവിധ മേഖലകളിൽ നടന്ന മൈക്രോ ഫിനാൻസിൻ്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ സഹിതം പുറത്തുവിട്ടു. വെള്ളാപ്പള്ളിയും SNDPയും ഇതിനെയൊക്കെ മറ്റു മാർഗങ്ങളിലാണ് പ്രതിരോധിച്ചത്. എന്നാൽ നിയമപരമായി കൂടി വിജിലൻസിൻ്റെ കൈവശം ഇത്തരത്തിൽ തെളിവുകൾ ഉണ്ടായിരുന്നു വെള്ളാപ്പള്ളിക്ക് എന്ന നിർണായകമായ വിവരമാണോ പുറത്തു വരുന്നത്? എന്തൊക്കെ വിശദാംശങ്ങൾ? അജിംഷാദ്, നിലവിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും പ്രത്യേകിച്ച് വെള്ളാപ്പള്ളിക്കെതിരെ കഴിഞ്ഞ കുറേ നാളുകളായി ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ വസ്തുതയെ സാധൂകരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2013 അരൂർ സ്വദേശിയായ CP ബാബു എന്നയാൾ തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്ന് അന്ന് വിജിലൻസിൻ്റെ എറണാകുളം സ്പെഷ്യൽ സെല്ലിനോട് അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ആരോപണമാണ് രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും മറ്റ് സമുന്നതരായ നേതാക്കന്മാരും കഴിഞ്ഞ കുറേ നാളുകളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളെ സാധൂകരിക്കും വിധമുള്ള വളരെ ഗുരുതരമായ കണ്ടെത്തലുകൾ അടങ്ങുന്ന, ഭാഗികമായി വെള്ളാപ്പള്ളിയെ വെള്ളപൂശുകയും എന്നാൽ വെള്ളാപ്പള്ളിയെ സംശയത്തിൻ്റെ മുഴലിൽ നിർത്തുകയും ചെയ്യുന്ന നിരവധി ആരോപണങ്ങളും രേഖകളും തെളിവുകളുമാണ് വിജിലൻസിൻ്റെ DYSP KR വേണുഗോപാൽ തയ്യാറാക്കി ഈ റിപ്പോർട്ടിലുള്ളത്. ഇതിൽ വളരെ കൃത്യമായി പറയുന്നൊരു കാര്യം, ഏറ്റവും പ്രധാനമായും സമൂഹം ഇതിനോടകം വളരെ ചർച്ച ചെയ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്, മൈക്രോ ഫിനാൻസ് തട്ടിപ്പിലൂടെ വെള്ളാപ്പള്ളി കോടിക്കണക്കിന് രൂപ അനധികൃതമായി സമ്പാദിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന്. അവിടെ മൈക്രോ ഫിനാൻസിന് ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നും പിന്നാക്ക കോർപ്പറേഷനിൽ നിന്നും കുറഞ്ഞ ശതമാനം പലിശയ്ക്കാണ് പണം ലഭിക്കുന്നത് എന്ന് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആരോപണത്തെ ശരിവെക്കുന്ന കണ്ടെത്തലുകളാണ് ഈ വിജിലൻസ് റിപ്പോർട്ടിലുള്ളത്. ഫോർ ദ സ്കീം, നാഷണലൈസ്ഡ് ബാങ്ക് ആൻഡ് കേരള ബാക്ക്വേർഡ് ക്ലാസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഈസ് പ്രൊവൈഡിംഗ് ഫണ്ട് അറ്റ് 4% to 8% ഇൻട്രസ്റ്റ് which is distributed by Yogam to microfinance unit at 13 to 18% interest. This aspect is to be looked after by the concerned government agencies and bank എന്ന് വളരെ കൃത്യമായി വിജിലൻസ് ഈ കാര്യത്തിൽ പരാമർശിച്ചിരിക്കുന്നു. അതായത് 4% മുതൽ 8% വരെ പലിശയ്ക്ക് ലഭിക്കുന്ന തുക വളരെ ഉയർന്ന ശതമാനം പലിശയ്ക്കാണ് വെള്ളാപ്പള്ളിയും SNDP യോഗവും പലിശയ്ക്ക് നൽകുന്നത്. ഇത് സാധാരണക്കാരായ യോഗം പ്രവർത്തകരെ വഞ്ചിക്കലാണ് എന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആരോപണത്തെ UDF സർക്കാരിൻ്റെ കീഴിലുള്ള വിജിലൻസ് അന്വേഷിച്ച് ആ റിപ്പോർട്ട് ശരിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഈ അന്വേഷണ റിപ്പോർട്ടിന്മേൽ വിജിലൻസ് എന്ത് നടപടിയെടുത്തു എന്ന് വിശദീകരിക്കേണ്ടത് സർക്കാരാണ്. അതോടൊപ്പം അജിംഷാദ്, വളരെ ഗുരുതരമായൊരു കണ്ടെത്തലുള്ളത്, ഫെറ നിയമത്തിൻ്റെ ലംഘനം വിജിലൻസിൻ്റെ വെള്ളാപ്പള്ളിയുടെ മക്കളായ തുഷാർ വെള്ളാപ്പള്ളിയും വന്ദന ശ്രീകുമാറും നടത്തിയിരിക്കുന്നു എന്നതാണ്. അതായത് വന്ദന ശ്രീകുമാറും തുഷാർ വെള്ളാപ്പള്ളിയും ദുബായിൽ നടത്തുന്ന ബിസിനസ്സിൽ, അതിൽ കൊച്ചിയിൽ നിന്ന് ലേബർ കോൺട്രാക്റ്റ് ആയി നടത്തുന്ന ബിസിനസ്സിൽ 1999 വിദേശ വിനിമയ ചട്ടം ലംഘിച്ചതായും വിജിലൻസിൻ്റെ കണ്ടെത്തലുണ്ട്. ഈ കണ്ടെത്തൽ വളരെ ഗുരുതരമാണ്. പ്രത്യേകിച്ച് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ പ്രകാരം അകത്താവുന്ന ഒരു ഗുരുതരമായ കുറ്റകൃത്യമാണ് തുഷാർ വെള്ളാപ്പള്ളിയും വന്ദന ശ്രീകുമാറും ചെയ്തതെന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടിപ്പോൾ 1.5 വർഷത്തിലധികം പിന്നിട്ടിരിക്കുന്നു. ഈ റിപ്പോർട്ടിന്മേൽ 2013 ആരംഭിച്ച ഈ അന്വേഷണത്തിൽ നാളിതുവരെ ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ഏറെ ഗുരുതരമായ മറ്റൊരു വസ്തുത. ഇതോടൊപ്പം വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ ക്രോസ് സെക്ഷൻ 3 അനുസരിച്ച് അദ്ദേഹം പൊതുജന സേവകനാണെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് വെള്ളാപ്പള്ളി ഒരു സാധാരണക്കാരനായ വ്യക്തിയല്ല, അദ്ദേഹം പൊതുജന സേവകനാണ്. അദ്ദേഹം SN ട്രസ്റ്റിൻ്റെ മാനേജർ എന്ന നിലയിൽ പൊതുജന സേവകനാണെന്നും വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. ഏറെ ഗുരുതരമായ പരാമർശങ്ങൾ അടങ്ങുന്ന ഈ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചു എന്ന് ഇനി വിശദീകരിക്കേണ്ട സർക്കാരാണ്. അജിംഷാദ്, തീർച്ചയായും ജീവൻ, ദയവായി തുടരുക. ഇപ്പോൾ ചെറുന്നിയൂർ ജയപ്രകാശ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്, SNDP ഭാരവാഹി. ശ്രീ ചെറുന്നിയൂർ ജയപ്രകാശ്, ഗുരുതരവും ഗൗരവവുമായ ആരോപണം കേരളത്തിൽ കേട്ടു. അതേ സംബന്ധിച്ച് വെള്ളാപ്പള്ളിയും അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയും ഒക്കെ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച്
പറയുന്ന വിശദീകരണങ്ങളെ സംബന്ധിച്ചൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് വിജിലൻസിന് ലഭിച്ചത്. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ. ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ. രണ്ട്, വെള്ളാപ്പള്ളി നടേശനെതിരെ വിജിലൻസ് കണ്ടെത്തിയ നടപടികളുമായി സർക്കാർ മുമ്പോട്ട് പോയില്ല, അതിൽ നടപടി സ്വീകരിച്ചില്ല സർക്കാർ എന്നതും. ശ്രീ ചെറുന്നിയൂർ. അതെ, ഈ വെള്ളാപ്പള്ളി നടേശന് 100% ഇതിൽ ക്രമക്കേടുണ്ടെന്നുള്ളത് വളരെ വസ്തുനിഷ്ഠമായ രേഖകൾ മുഖേനയാണ് ഈ മൈക്രോ ഫൈനാൻസിന്റെ കാര്യത്തില് പിന്നോക്ക വികസന കോർപ്പറേഷന്റെ അടുത്ത് ലോണിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ തെളിവുകളാണുള്ളത്. അതിലേക്ക് അവർ ഇതുവരെ അന്വേഷണം പോയിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ആക്ഷേപം ഉന്നയിക്കുകയും അതിലേക്കുള്ള റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് VS അച്യുതാനന്ദൻ കൊടുത്തിട്ടുള്ള രേഖകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അവിടെ ഒന്നും കിടക്കാതെയും പിന്നെ കോഴയെ സംബന്ധിച്ചാണെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടക്കുന്ന അഴിമതിയെ കുറിച്ച് വസ്തുനിഷ്ഠമായി രക്ഷകർത്താക്കൾ തന്നെ വിജിലൻസ് ഡയറക്ടർക്ക് പരാതിപ്പെട്ടിട്ടുണ്ട്. അതിപ്പോഴും മെല്ലപ്പോക്ക് നയം തുടരുന്നത് ഈ ഗവൺമെന്റിന്റെ അനാസ്ഥ എന്ന് അല്ല സഹായിക്കുന്നു എന്ന് ഞങ്ങൾ പരോക്ഷമായി പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക ക്രമക്കേടുകളെ സംബന്ധിച്ച് വരുമാനത്തിൽ കഴിഞ്ഞ് ശ്രീ ചെറുന്നിയൂർ SNDP യോഗത്തിന്റെ തലപ്പത്തിരുന്നു കൊണ്ടാണ് SNDPയിലെ നിർധനരായ സ്ത്രീകളടക്കമുള്ള സമുദായ അംഗങ്ങളെ ഉയർന്ന പലിശയ്ക്ക് കഴിഞ്ഞ ദിവസം VS അച്യുതാനന്ദൻ ഇത് പരാമർശിച്ച് വെള്ളാപ്പള്ളിയെ ഷൈലോക്കിനോടാണ് ഉപമിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ SNDPയുടെ അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യുകയും തിരിച്ച് അതിന് എതിരെയുള്ള നടപടികളെ തടയാനും SNDPയുടെ തലപ്പത്തിരിക്കുന്ന സ്ഥാനത്തെ ഉപയോഗിച്ചു. അതിന് വശംവദമായി സർക്കാർ എന്ന കുറ്റം കൂടി സർക്കാരിന് മേൽ കൂടി പതിക്കുകയല്ലേ? തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി നടേശനെ വരും കാലങ്ങളിൽ വരുന്ന സർക്കാരുകൾ ആര് വന്നിരുന്നാലും, അത് ഇടതുപക്ഷം ആയിരുന്നപ്പോഴും വലതുപക്ഷമായിരുന്നാൽ പോലും സഹായിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പൊ നോക്കുന്നത് വരുമാനത്തെക്കാളേറെ സമ്പാദിച്ചു എന്നുള്ളൊരു കേസും പെൻഡിങ്ങിലുണ്ട്. ആ കേസിൽ പോലും നടപടികൾ സ്വീകരിക്കാതിരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം ഇപ്പോ അമിത്ഷായുമായും തൊഗാഡിയയുമായും ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ സെൻട്രൽ ഗവൺമെന്റ് സ്വാധീനിക്കുവാൻ എന്ത് വഴിയുണ്ടെന്ന് കാണുകയാണ്. ഏത് മാർഗത്തിലും ഏത് കച്ചിത്തുരുമ്പിലും രക്ഷപ്പെടാനുള്ള മാർഗം തേടി നടക്കുകയാണ് അച്ഛനും മോനും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിശ്വാസയോഗ്യമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തുകയാണെങ്കിൽ തെളിവെടുക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. അതായത് ചെറുന്നിയൂർ ജയപ്രകാശ്, അതായത് ഗൗരവമാവുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് ബാങ്കിൽ നിന്നും KSFDC കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്നും അടക്കം ഇത്തരത്തിൽ ലഭിക്കേണ്ട സമുദായ അംഗങ്ങൾക്ക് ലഭിക്കേണ്ട സ്വാഭാവികമായ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ 4 മുതൽ 8% വരെ പലിശയ്ക്ക് ലഭിക്കേണ്ടവ 13 മുതൽ 18% വരെ നടത്തിയ SNDP. ഇങ്ങനെ SNDPയുടെ തലപ്പത്തിരുന്നുകൊണ്ട് കൊള്ളപ്പലിശയ്ക്ക് നേതൃത്വം നൽകി. പക്ഷേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തെത്തിയിട്ടും ഇതിനെതിരെ ശക്തമായൊരു നടപടി ഒരുപക്ഷെ SNDPയുടെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളാപ്പള്ളിക്കെതിരെ ഉണ്ടാകുന്നില്ല എന്നത് പരിഭവമായി പ്രേക്ഷകർക്ക് തോന്നിയാൽ? അല്ല, അതില് ഞങ്ങള് എല്ലാ അർത്ഥത്തിലും ഇതിന് എതിരായി നീങ്ങുന്നുണ്ട്. വിശേഷിച്ച ഞങ്ങള് കേസ് തന്നെ വിജിലൻസിലെ ഇത്തരം കേസുകളില്ലെങ്കിലും ഇയാളെ സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചും കോഴ വാങ്ങുന്നതിനെ സംബന്ധിച്ചും അതുപോലെ ഒരു ട്രസ്റ്റി എന്നുള്ള നിലയിൽ അദ്ദേഹം ട്രസ്റ്റിന് വിരുദ്ധമായി ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് നടത്തിയെന്നുള്ള സംബന്ധിച്ചുള്ള കേസുകൾ ഹൈക്കോടതിയിൽ ഇപ്പോഴും നിലവിലാണ്. അതുപോലെ റിസീവർ പെറ്റീഷൻ 2-ാം തീയതി നവംബർ 2-ന് വാദം കേൾക്കുവാനും വെച്ചേക്കാണ്. അതിലൊക്കെ ഒരുപാട് രേഖകൾ ഞങ്ങൾ ശ്രീ ചെറുന്നിയൂർ, അതായത് വിജിലൻസ് ഇത്രയേറെ സമഗ്രമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളിക്കെതിരെ കാര്യങ്ങൾ നിരത്തുന്നു. ഇതിനകത്ത് സർക്കാർ 1.5 വർഷമായിട്ട് നടപടിയെടുത്തില്ല എന്നത് മാത്രമല്ല, വിജിലൻസിനകത്ത് പോലും ഇതേ സംബന്ധിച്ചൊരു ഇടപെടൽ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുവെങ്കിലും ഇതിൻ്റെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ കേന്ദ്ര സർക്കാരിനും കേന്ദ്ര ഏജൻസിക്കും വിട്ടുകൊടുക്കുന്ന വാക്കുകളാണ് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും. എല്ലാ തലങ്ങളിലും വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണോ ഇതുവഴി കാണേണ്ടത്? തീർച്ചയായിട്ടും അത് അങ്ങനെയാണ് ഇതുവരെ കൊണ്ട് ഒരു ഫീലിംഗ് എല്ലാ ആൾക്കാർക്കും ഉണ്ടായത്. പക്ഷെ ശ്രീനാരായണ പ്രസ്ഥാനത്തിലുള്ള എല്ലാവർക്കും അറിയാം ഇയാളൊരു ഇന്റർനാഷണൽ കള്ളനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്തരം രീതിയിൽ നമുക്ക്
പറയുവാനും ബോധ്യപ്പെടുത്തുവാനും കഴിഞ്ഞു എന്നുള്ളതാണ്. വർക്കലേശക്കാർ നിങ്ങൾക്ക് നേരത്തെ ബോധ്യപ്പെട്ടുള്ളവരുണ്ട്. 2014 നടന്ന അഡ്മിഷന് 20,95,000 രൂപയുടെ അഴിമതി നടത്തിയെന്നും അത് കോഴ വാങ്ങിയിട്ടാണെന്ന് 13 രക്ഷകർത്താക്കൾ പരാതിപ്പെട്ടു. അവരുടെ മൊഴിയെടുത്തു. എന്നിട്ട് ഇപ്പോ ഒരു സ്റ്റാഗ്നേഷനിൽ നിർത്തിയിരിക്കുകയാണ്. അതും ഈ എനിക്ക് സംശയമുണ്ട് ഈ ഗവൺമെന്റ് സഹായിക്കുന്നു എന്നുള്ള കാര്യത്തില്. ശ്രീ ചെറുന്നിയൂർ അവിടെ തന്നെയാണ്. അതായത് SNDPയുടെ ഭാരവാഹിത്വമാണ് വെള്ളാപ്പള്ളി നടേശന് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ. എന്തിന്? ഇത് പുറത്തുള്ള ആരോപണങ്ങളല്ല, മറിച്ച് വിജിലൻസ് കണ്ടെത്തിയതാണ്. വിജിലൻസിന്റെ നിയമങ്ങളിൽ, വിജിലൻസിന്റെ രേഖകളിൽ പറയുന്ന കാര്യങ്ങൾ, തെളിവ് സഹിതം വിജിലൻസിന് ബോധ്യമായ കാര്യങ്ങളിൽ പോലും വെള്ളാപ്പള്ളി നടേശൻ ഉപയോഗിക്കുന്ന പ്രതിരോധം തന്റെ സ്ഥാനമാണ്. അതേ സംബന്ധിച്ച് ഉത്തരവാദിത്വം പറയേണ്ടത് നിങ്ങളടക്കമുള്ള SNDPക്കാർ കൂടിയല്ലേ? അതിന്റെ ധാർമ്മികത നിങ്ങൾക്കില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടേതായ എല്ലാ ലെവലിലും ഞങ്ങള് നിയമപരമായും അതുപോലെ തന്നെ മറ്റു രീതിയിലും ഞങ്ങള് ചെറുക്കുന്നതിനുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എന്ത് അർത്ഥത്തിലും എന്ത് വില കൊടുത്തും ഞങ്ങൾ അതിനെ ചെറുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞങ്ങൾ അതില് മുന്നോട്ടിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ചെറുന്നൂർ ദയവായി തുടരുക. ഈ വാർത്തയുടെ കൂടുതൽ സമഗ്ര വിവരങ്ങളിലേക്ക് പോകാം. ശ്രീ ജീവൻ കുമാർ, അതായത് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും നടത്തിയതിനെ സംബന്ധിച്ച് രേഖകൾ സഹിതമുള്ള, തെളിവുകൾ സഹിതമുള്ള കാര്യങ്ങളാണ് വിജിലൻസ് അവരുടെ റിപ്പോർട്ടിൽ മുമ്പോട്ട് വെക്കുന്നത്. 1.5 വർഷമായി സർക്കാർ അതേ സംബന്ധിച്ച് നടപടിയെടുത്തിട്ടില്ല. നോക്കൂ, കേന്ദ്ര ഏജൻസിയിലേക്ക് ബാൾ തട്ടുകയാണ് ചെയ്യുന്നത് ഇതിനകത്ത് വിജിലൻസ് ചെയ്തിരിക്കുന്നത്. ഗുരുതരമായ വീഴ്ച നമ്പർ 1. നമ്പർ 2, സർക്കാർ നടപടി എടുക്കുന്നില്ല. 3, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇൻകം ടാക്സ് റെയ്ഡുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇൻകം ടാക്സ് റെയ്ഡ് വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിൽ നടത്തിയിരുന്നു. ഇതേ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് പോലും പ്രതികരിക്കാതെ മാധ്യമ ചർച്ചകളിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി ഇറങ്ങിപ്പോയത് വിവാദമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര ഏജൻസിയിലേക്ക് കാര്യങ്ങളെ തട്ടിവിടുകയും ചെയ്യുന്നത്. ഏതൊക്കെ തരത്തിലാണ് ഇതിൻ്റെ മാനങ്ങൾ വികസിക്കുന്നത്? മറ്റെന്തൊക്കെ കാര്യങ്ങൾ എണ്ണി വെള്ളാപ്പള്ളിക്കെതിരെ ഈ വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു, ഈ പൂഴ്ത്തിവെക്കപ്പെട്ട വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു? ജീവൻ അജിംഷാദ്, നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിൽ ഒരു വളരെ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു സാമുദായിക സംഘടനയുടെ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. സ്വാഭാവികമായും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നേതാക്കന്മാരുമായും പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും എല്ലാം വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ പക്ഷപാതിത്വപരമായി വിജിലൻസ് പെരുമാറി എന്നത് ഒരുപക്ഷെ അതിശയോക്തിപരമായി നമ്മൾ കാണേണ്ടതില്ല. കാരണം നിരവധി സമ്മർദ്ദങ്ങൾ ഫലമായിട്ടായിരിക്കാം വിജിലൻസ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുക. പ്രത്യേകിച്ച് തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ നിന്നുണ്ടായ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഈ കേസ് അന്വേഷിക്കാൻ പോലും തയ്യാറായത്. നേരത്തെ വിജിലൻസിനെ നേരിട്ട് സമീപിക്കുന്ന ഘട്ടത്തിൽ പോലും വെള്ളാപ്പള്ളിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറുവിലക്കുവാൻ കേരളത്തിലെ വിജിലൻസ് തയ്യാറായിരുന്നില്ല എന്നതും ഈ കാര്യത്തിൽ നമ്മൾ കാണേണ്ട ഒരു വസ്തുതയാണ്. അതിനുശേഷം ഇപ്പോൾ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നു. എന്നാൽ റിപ്പോർട്ടിലുടനീളം വെള്ളാപ്പള്ളിക്കെതിരെ കണ്ടെത്തലുകൾ പലതും തങ്ങൾക്ക് കണ്ടെത്താനാവില്ല എന്ന് പറഞ്ഞ് കൈകഴുകാനാണ് വിജിലൻസ് ശ്രമിക്കുന്നത് എന്നത് അവിതർക്കിതമായൊരു വസ്തുതയാണ്. പ്രത്യേകിച്ച് വിദേശ നാണ്യവിനിമയ ചട്ടം ലംഘിച്ചു എന്നതടക്കമുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങൾ വിജിലൻസിൻ്റെ ഈ റിപ്പോർട്ടിൽ വിജിലൻസ് പറയുമ്പോൾ ആ കാര്യത്തിന്മേൽ വിജിലൻസ് എന്ത് നടപടി സ്വീകരിച്ചു എന്നത് വിജിലൻസ് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം വിദേശ നാണ്യ ചട്ടം ലംഘിക്കുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് വളരെ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടാണത്. ആ ക്രമക്കേട് ചെയ്തതായി തുഷാർ വെള്ളാപ്പള്ളിയും വന്ദന ശ്രീകുമാറും ചെയ്തതായി വിജിലൻസ് കണ്ടെത്തിയിട്ട് 1.5 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഈ കാര്യത്തിന്മേൽ എന്ത് നടപടിയാണ് സംസ്ഥാന സർക്കാരും ഇവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ്റുകളും സ്വീകരിച്ചത് എന്നറിയാൻ കേരളത്തിൽ സ്വാഭാവികമായും പൊതുപ്രവർത്തകർക്ക്, പൊതുജനങ്ങൾക്ക് അവരുടെ അവകാശമാണ്, അവരുടെ അധികാരമാണ്. ആ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി മാത്രമേ ഇതിനെ പൂഴ്ത്തിവെക്കുന്നതിനെ നമുക്ക് വിലയിരുത്താനും വിശകലനം ചെയ്യാനുമാവൂ. കാരണം ഏറ്റവും പ്രധാനമായി ഇന്ന് കേരള രാഷ്ട്രീയം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്നാണ് മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഉയർന്ന തട്ടിപ്പ്. ആ തട്ടിപ്പിൽ കുറഞ്ഞ പലിശയ്ക്ക് പിന്നാക്ക വികസന ജീവൻ ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി രാജൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ രാജൻ, അതായത് വിജിലൻസിന്റെ റിപ്പോർട്ട് 1.5 വർഷം മുമ്പ് വന്ന റിപ്പോർട്ടാണ്. ഇതിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ പല വിധത്തിലും ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന കാര്യങ്ങളാണ് എത്തുന്നത്. അതായത് കുറഞ്ഞ പലിശയ്ക്ക് പല ഏജൻസികളിൽ നിന്നും എടുത്ത പണം കൂടുതൽ പലിശയ്ക്ക് സമുദായ അംഗങ്ങൾക്ക് മൈക്രോ ഫിനാൻസ് വഴി നൽകി. രണ്ടാമത്തെ കാര്യങ്ങളിലേക്ക് എത്താം. ഇതേ സംബന്ധിച്ച് കൂടി ശ്രീ പി രാജൻ.
ശ്രീ പി രാജൻ കേൾക്കാമോ? ശ്രമം കൂടി ആയില്ലേ? കേൾക്കാം. ആ, അതായത് ഇത്തരത്തിൽ ഉയർന്ന പലിശയ്ക്ക് കുറഞ്ഞ പലിശയ്ക്ക് ലഭിച്ച് നൽകേണ്ട മൈക്രോ ഫിനാൻസ് വിവിധ ഏജൻസികളിൽ നിന്ന്, പല ബാങ്കുകളിൽ നിന്ന്, ഒപ്പം KSCBDCയിൽ നിന്ന്, കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് അടക്കം എടുത്തത് 13 മുതൽ 18% വരെ പലിശയ്ക്ക് കൊടുത്തു എന്ന് വിജിലൻസിന് ബോധ്യമായിരിക്കുന്നു. ഇത് സാമ്പത്തിക ക്രമക്കേടാണ് എന്ന രീതിയിൽ വിജിലൻസ് 1.5 വർഷം മുമ്പ് കണ്ടെത്തി. അതിന്റെ രേഖകൾ ഞങ്ങൾക്ക് ലഭിച്ചു. ശരി. ശ്രീ പി രാജൻ പറയൂ. അത് കഴിഞ്ഞ നിയമവിരുദ്ധമായ പ്രവൃത്തിയാണെങ്കിൽ നിയമം അനുസരിച്ച് നടപടി എടുക്കാൻ സാധ്യതയുണ്ടല്ലോ. നിയമം പക്ഷേ എടുത്തു കാണുന്നില്ല ശ്രീരാജൻ. അതെ, അവർ എടുത്ത് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ സർക്കാർ നേരിട്ട് എടുത്തില്ലെങ്കിൽ അതിന് ഇരയായ ആർക്കെങ്കിലും കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. സർക്കാർ നേരിട്ട് കേസെടുക്കണമെന്നുള്ള ആവശ്യം ആരുടെയെങ്കിലും ഭാഗത്ത് വന്നിട്ടുണ്ടോ? വിജിലൻസ് എൻക്വയറി നടത്താൻ കാരണമായതെന്താണ്? ആരുടെയെങ്കിലും പരാതി അടിസ്ഥാനത്തിലാണോ? അവർ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞാൽ അത് കേസനുസരിച്ച് പോകാവുന്ന കാര്യമില്ല. അത് കേസെടുത്ത് പോകാവുന്നതല്ലേ ഉള്ളൂ. അല്ല, അങ്ങനെ എടുത്തു കാണുന്നില്ല. അതായത് വെള്ളാപ്പള്ളി നടേശൻ തൻ്റെ ഇത്രയേറെ ഗൗരവമായ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയെന്ന് വിജിലൻസ് കണ്ടെത്തി 1.5 വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് വെള്ളാപ്പള്ളിക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്നുള്ള കാര്യം സുവ്യക്തമല്ലേ? അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം, ആ സ്ഥാനത്തെ ഭയക്കുന്നു സർക്കാരുകൾ, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള നടപടികളുമായി മുമ്പോട്ട് പോകാൻ മടിക്കുന്നു. അത് ഗുരുതരമല്ലേ, ഗൗരവമല്ലേ? അത് ഏത് നിയമലംഘനങ്ങൾ ആര് നടത്തിയാലും ഗുരുതരം തന്നെയാണ്. പക്ഷെ നിയമത്തിനനുസരിച്ച് വഴിക്ക് പോകാൻ ഇരിക്കാൻ ഒരു ന്യായവും ഞാൻ കാണുന്നില്ല. വിജിലൻസ് കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആരുടെയെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിലാണോ അതോ സർക്കാരിന് നേരിട്ട് സർക്കാർ അങ്ങനെ എടുക്കേണ്ട ഒരു കേസായിട്ട് എനിക്ക് തോന്നുന്നില്ല. സാമ്പത്തിക കുറ്റമായതുകൊണ്ട് ആരെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കാം അവർക്കത് മുന്നോട്ട് പോകാം. അതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? 1.5 കൊല്ലത്തിന്റെ കാര്യം ഇപ്പൊ പറയുന്നുള്ളൂ. 1.5 കൊല്ലമായിട്ടേ ഈ റിപ്പോർട്ട് വന്നതായിട്ട് പറയുന്നുള്ളൂ. ഇവിടെയൊക്കെ 1.5 കൊല്ലമല്ല, 5 കൊല്ലം 6 കൊല്ലമായിട്ടും കേസെടുക്കാത്ത കാര്യങ്ങൾ വിജിലൻസിലുണ്ട്. അതൊരു ശരിയായ നടപടിയാണെന്നുള്ള അഭിപ്രായം. ഇത് കേസെടുക്കണം, നിയമവിരുദ്ധമാണെങ്കിൽ കേസെടുക്കണം. അതിൽ ക്രിമിനൽ കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ വളരെ വേഗം കേസെടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പക്ഷേ അത് എടുക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് നിയമസഭയിൽ വേണമെങ്കിൽ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ശ്രീ അച്യുതാനന്ദൻ എന്താ പറഞ്ഞാൽ വേണ്ടി വന്നാൽ സുപ്രീം കോടതി വരെ പോകുമെന്ന് പറഞ്ഞിട്ട് പോകാവുന്നതാണ്. അതിൽ എന്താണ് അതിലൊരു എടുക്കാതിരിക്കുന്നത്? പ്രത്യേകിച്ച് SNDPയുടെ ഒരു നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ അങ്ങനെ വെറുതെ കേസെടുത്താൽ അതും ആക്ഷേപത്തിനിടയാകും എന്ന് സർക്കാരിന് തോന്നിയാൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ സാഹചര്യം അങ്ങനെയാണല്ലോ. വെള്ളാപ്പള്ളിയുടെ മക്കൾക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. അതായത് തുഷാർ വെള്ളാപ്പള്ളിയും സഹോദരിയും വിദേശ വിനിമയ ചട്ടം ലംഘിച്ചു. ദുബായിലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് കണ്ടെത്തൽ. ഇത് ഫെബ്രുവരിയിൽ 2014 ഫെബ്രുവരിയിലാണ് ഇതേ സംബന്ധിച്ച് കണ്ടെത്തൽ ഉണ്ടായത്. അതായത് DYSP വേണുഗോപാലാണ് ഇതേ സംബന്ധിച്ച്, KR വേണുഗോപാലാണ് ഇതേ സംബന്ധിച്ച് കണ്ടെത്തൽ നടത്തിയത്. അന്വേഷണത്തിന്റെ തലവൻ അദ്ദേഹമായിരുന്നു. പക്ഷേ ഈ വിദേശ നാണയ വിനിമയ ചട്ടത്തിന്റെ ഒക്കെ സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടല്ലാതെ സംസ്ഥാന വിജിലൻസ് എങ്ങനെയാണ് അത് രംഗത്ത് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സംസ്ഥാന വിജിലൻസിനല്ല അതിനൊരു ഇൻകം ടാക്സ് വെള്ളാപ്പള്ളി നടേശന്റെ വീട് റെയ്ഡ് ചെയ്തതും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നും മാധ്യമ ചർച്ചകളിൽ നിന്നും പരസ്യമായി വെള്ളാപ്പള്ളി ഇറങ്ങിപ്പോയതുമൊക്കെ വൈറലാവുകയാണ് സോഷ്യൽ മീഡിയയിലടക്കം. അത് ശരിയാണ്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യമാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്തരം നിയമലംഘനങ്ങൾ ഉള്ളത് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ പിടിക്കാൻ വെള്ളാപ്പള്ളി BJPയുടെ കൂടെ കൂടി എന്ന് വരുത്താനാണ് ശ്രമമെങ്കിൽ അതൊരു പോയിന്റാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് നിയമം അനുസരിച്ച് മുന്നോട്ട് പോകാവുന്ന കാര്യം തന്നെയാണ്. വ്യക്തമായ തെളിവ് ഇവിടെ 100 വിജിലൻസ് കേസുകളും കേസെടുക്കാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒക്കെ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ആരെങ്കിലും മുൻകൈ എടുത്താൽ തന്നെ അത് കേസ് വരുള്ളൂ. പക്ഷേ നിങ്ങൾ ഇപ്പൊ പറയുന്നത് വിജിലൻസിന്റെ, സംസ്ഥാനത്തെ വിജിലൻസിന്റെ മാത്രമാണെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം മറ്റേ അത് വെള്ളാപ്പള്ളിക്ക് സഹായമായി സംസ്ഥാന ഗവൺമെന്റ് 1.5 കൊല്ലം അത് ഇവിടുത്തെ നടപടികളായി നോക്കുമ്പോൾ ഗൗരവം കുറഞ്ഞാണ്. പക്ഷേ ഇത് സ്വാഭാവികമായി കേന്ദ്ര ഏജൻസിക്ക് റെഫർ ചെയ്യണ്ടേ? അത് സെൻട്രൽ മറ്റേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറും വിദേശ നാണയ ചട്ട ലംഘനമൊക്കെ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് നടപടി അവരാണല്ലോ നേരിട്ട് ചെയ്യേണ്ടത്. സംസ്ഥാന വിജിലൻസ് അതിൽ വരുന്നത് തന്നെ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. സംസ്ഥാന വിജിലൻസിന് വരണമെങ്കിൽ മറ്റേ കേസ് ചീറ്റിങ് മറ്റു കാര്യങ്ങളൊക്കെ വരും, ക്രിമിനൽ കേസുകൾ വരുന്നല്ലാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലാണ് ആദായ നികുതി സംഭവമായ കാര്യങ്ങൾ വിദേശ നാണയ വിനിമയ ചട്ടമൊക്കെ വരുന്നത്. അത് വരുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച്
അതായത് ശ്രീ പി രാജൻ, അതായത് ഇതിനകത്ത് വിജിലൻസിന്റെ കണ്ടെത്തലുകളിൽ ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുകയും സംസ്ഥാന സർക്കാരിന്റെ പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം, അവരിലേക്കാണ് കാര്യങ്ങൾ നീങ്ങേണ്ടതെന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമായി വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതേ സംബന്ധിച്ച് നടപടികൾ എടുക്കേണ്ടത്, പ്രാഥമികമായ നടപടികൾ സ്വീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അത് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുമില്ല. സംസ്ഥാന സർക്കാർ ഏത് നിയമലംഘനങ്ങളും എടുക്കേണ്ട പോലെ അതും എടുക്കേണ്ടത് തന്നെയാണ്. യാതൊരു തർക്കമില്ല. ആയിരക്കണക്കിന് ആളുകളെ മറ്റേ ഇത്തരം സാമ്പത്തിക കുറ്റങ്ങൾക്ക് പ്രകാരം അവർ വഞ്ചിതരായിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ്. പക്ഷെ ഇതൊരു പുതുമയുള്ള വിഷയമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ അങ്ങനെ ഒന്നല്ല, നിരവധി കേസുകൾ അങ്ങനെയുണ്ട്. 5 കൊല്ലവും 10 കൊല്ലവുമായിട്ട് യാതൊരു കേസ് എടുക്കാത്തതുണ്ട്. അതായത് പി രാജൻ, ഇതിനകത്ത് പുതുമയുള്ള മറ്റു ചില ആരോപണങ്ങൾ കൂടിയുണ്ട്. അതായത് തുഷാർ വെള്ളാപ്പള്ളിയും അദ്ദേഹത്തിന്റെ സഹോദരി വന്ദനയും വിദേശ നിയമം ലംഘിച്ചു, ചട്ടം ലംഘിച്ചു എന്നുള്ളത്, വിദേശ നാണ്യ ചട്ടം നിയമം ലംഘിച്ചു എന്നുള്ളതാണ്. അതേ സംബന്ധിച്ചുള്ള കറക്റ്റ് വേർഡിങ്സ് താങ്കൾക്ക് കേൾക്കാം. ജീവൻ, അതേ സംബന്ധിച്ച് വിജിലൻസ് പറയുന്ന റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഒന്ന് പറയൂ. ശ്രീ രാജൻ കേൾക്കട്ടെ. തികച്ചും ഗുരുതരമായ കണ്ടെത്തൽ. അതായത് വെള്ളാപ്പള്ളിയുടെയും മക്കളുടെയും മുഴുവൻ ആസ്തി ബാധ്യത വിവരങ്ങളും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതിക്കാരൻ നൽകിയ ഹർജിയെ തുടർന്നാണ് വിജിലൻസിൻ്റെ ഡിവൈഎസ്പി KR വേണുഗോപാൽ ഈ കേസ് അന്വേഷിച്ചത്. അതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ഇല്ലീഗലായി ഇതുണ്ട് എന്ന് പറയുന്നത്. കാരണം വന്ദന ഈസ് എൻഗേജ്ഡ് ഇൻ ദ ലേബർ കോൺട്രാക്ട്, വന്ദന ആൻഡ് തുഷാർ വെള്ളാപ്പള്ളി ഈസ് എൻഗേജ്ഡ് ഇൻ ദ ലേബർ കോൺട്രാക്ട് അറ്റ് UAE for which payment of workers are made in Kochi. This is illegal and without authority and violation of Foreign Exchange Management Act 1999. This aspect are to be looked after by the concerned government department. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് വളരെ കൃത്യമായ ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടും 2014 കോടതി മുമ്പാകെ സമർപ്പിച്ച ഈ റിപ്പോർട്ടിൽ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര ഏജൻസിക്ക് റഫർ ചെയ്യുന്നില്ല എന്നതാണ് ഇതിലെ ഏറ്റവും ഗൗരവതരമായ കണ്ടെത്തൽ. അതിനാണ് തീർച്ചയായും വെള്ളാപ്പള്ളിയോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ അനുകൂലിക്കുന്നവരോ ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടതും. അജിംഷാദ്, തീർച്ചയായും ജീവൻ പറഞ്ഞത് കേട്ടിരിക്കും. ശ്രീ പി രാജൻ, താങ്കൾ പരിണിതപ്രജ്ഞനായ ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. നിരവധി കാര്യങ്ങൾ താങ്കൾ റിപ്പോർട്ട് ചെയ്തതും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. താങ്കളുടെ അനുഭവത്തിൽ നിന്നുകൂടി പറയൂ, ഇത്തരത്തിലൊരു പരാമർശം ഒരു സാധാരണക്കാരനെതിരെ വന്നാൽ എന്ത് തരത്തിലായിരിക്കും സർക്കാർ നീങ്ങുക? അല്ലെങ്കിൽ വെള്ളാപ്പള്ളിക്കെതിരെ ഇത്രയേറെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്ത് തരം നീങ്ങലാണ് സർക്കാർ നടത്തേണ്ടത്? താങ്കളുടെ നിരീക്ഷണം. എന്റെ അഭിപ്രായത്തിൽ ഇത് പക്ഷപാതപരമായി ആളെ നോക്കി തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ സാമ്പത്തിക കുറ്റങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഏറ്റവും ഇന്ത്യയിൽ കുപ്രസിദ്ധമായ കാര്യം എന്ന് പറയുന്നത് ബെന്നറ്റ് കോൾബാന്റെ അശോക് ജെയിന്റെ കേസിലാണ്. അദ്ദേഹം ജയിലിൽ കയറാതിരിക്കാൻ പലതരം അടവുകളും നടത്തി പാവം മരിച്ചും പോയി. ആ സമയത്ത് നടന്ന ആദായനികുതി വെട്ടിപ്പും ഇവിടെ നടന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നികുതി ട്രാൻസ്ഫർ ഒരു MLA-യുടെ അച്ഛന്റെയും ഒക്കെ പേരിലേക്ക് നടന്ന അതിഗുരുതരമായ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും അന്വേഷിച്ചിട്ടില്ല. അങ്ങനെ ഉന്നത തലത്തിൽ ഇത് അതുപോലും ഇപ്പൊ ചെറുതാണ്. വലിയ തരത്തിലാണ് മുസ്ലിംമാരെ ആദായനികുതി വെട്ടിപ്പുകളും ബ്ലാക്ക് മണി വെട്ടിപ്പുകളും ഒക്കെ നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിന് ഉദ്യോഗസ്ഥന്മാരും പങ്കാളിയാണ്. രാഷ്ട്രീയ നേതൃത്വം മുൻകൈ എടുത്തില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഇത് ഇപ്പോ 14 വന്നൊരു കേസായതുകൊണ്ട് അഖിലേന്ത്യാ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ വലിയ ഒരു കേസായിട്ട് കണക്കാക്കാൻ പറ്റില്ല. പക്ഷേ രാഷ്ട്രീയ സാഹചര്യത്തിൽ പുതിയ തരത്തിൽ ആർക്കെങ്കിലും ഉന്നയിക്കാവുന്നതാണ്. യാതൊരു സംശയമില്ല. കാരണം വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഒരുപക്ഷെ ഈ അഖിലേന്ത്യാ തലത്തിൽ തന്നെ കേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ള ആരോപണമുള്ള നിലയ്ക്ക് ഗുരുതരമായ കാര്യമാണ്. അത് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് എടുക്കാവുന്നതുമാണ്. എന്റെ പ്രധാനമായ കാര്യം, സാമ്പത്തിക കുറ്റങ്ങളിൽ അശ്രദ്ധ ചെലുത്തുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും സർക്കാർ സംസ്ഥാന സർക്കാർ ആയാലും ഇവിടെ പണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ശീലമായി തീർന്നുണ്ട്. അത് മാറാത്തടത്തോളം ഇവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥ നന്നാകാനും പോകുന്നില്ല. നികുതി വെട്ടിപ്പുകൾ വർദ്ധിച്ചുകൊണ്ട് തന്നെയായിരിക്കും. നികുതി വെട്ടിപ്പുകൾക്ക് ക്രിമിനൽ കേസ് ചുമത്തണമെന്ന് പറയുക. ഇപ്പൊ തന്നെ ആദായനികുതി ബോധപൂർവം വെട്ടിച്ചാൽ 7 വർഷം വരെ ശിക്ഷിക്കാൻ വകുപ്പുണ്ട്. ഇന്ത്യയുടെ മൊത്തം ചരിത്രത്തിൽ 1 or 2 കേസ് അങ്ങനെ പിടിപാടില്ലാത്തവരുടെ വരെ ശിക്ഷിച്ചല്ലാതെ ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല. എല്ലാ ശ്രീരാജൻ അങ്ങനെയല്ല. അതായത് അതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. അതായത് ഒന്ന്, ഒരു സാധാരണഗതിയിലുള്ള ഒരു സമ്പന്നന്റെ പ്രശ്നമല്ല ഇത്. അതായത് വെള്ളാപ്പള്ളി നടേശനെ പോലെ ഇത്രയേറെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, സാമുദായികമായി നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാൾ തൻ്റെ സ്ഥാനത്തെ തൻ്റെയും തൻ്റെ കുടുംബാംഗങ്ങളുടെയും കച്ചവടത്തിനായി ഉപയോഗിക്കുന്നു എന്ന ആരോപണം സജീവമായി നിൽക്കുന്ന ഘട്ടത്തിലാണ് തെളിവുകൾ സഹിതം ഒരു അന്വേഷണ ഏജൻസി ഇത് വെളിവായിരിക്കുന്നത്. ഇത് പ്രൈവറ്റ് അന്വേഷണ ഏജൻസി അല്ല, വിജിലൻസ് ആണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതേ സംബന്ധിച്ച്
തീർച്ചയായിട്ടും വിജിലൻസ് കേന്ദ്ര ഗവൺമെന്റിന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ കേസ് എടുക്കണം എന്ന് പറഞ്ഞ് സംസ്ഥാന ഗവൺമെന്റിന്റെ വിജിലൻസ് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവാദിയാണല്ലോ. സംസ്ഥാന ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്താവുന്നതാണ്, യാതൊരു തർക്കമില്ല അതിനെപ്പറ്റി. പക്ഷെ നിങ്ങൾ മൊത്തം എടുത്തു നോക്കുമ്പോ അത് ഇവിടെ നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയണല്ലോ. ശിക്ഷിച്ച് ജയിലിൽ കയറിയ ഒരാൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാന അല്ല മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നില്ലേ തമിഴ്നാട്ടില്? അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ മൊത്തം ഉള്ളപ്പോൾ നിങ്ങൾ ഒരു അത്തരത്തിൽ ഒരു ജനറലൈസേഷൻ അത് ശരിയാണോ? കാരണം ഇവിടെ അത് പ്രസക്തമാണോ? ഇവിടെ അത് പ്രസക്തമാണ്, അത് പറയാണ്ടിരിക്കാൻ നോക്കില്ല. കാരണം പത്ര മുതലാളിമാർ, ഞാൻ പേര് പറയണ്ട നിങ്ങൾ നിർബന്ധിക്കുന്നോട് പറയാം, പത്ര മുതലാളിമാര് നികുതി വെട്ടിപ്പിൽ പെട്ടതാണ്. ഞാനിത് കഴിഞ്ഞ 30 കൊല്ലമായി പറയുന്നില്ല. അവർക്ക് ഇതിൽ ആത്മാർത്ഥത ഉണ്ടാവും. അപ്പൊ അവര് നികുതി വെട്ടിപ്പുകാരുടെ ഓഹരി കൈമാറ്റം വരെ നടന്നിട്ടുള്ള ഒരു രാജ്യമല്ലേ ഇത്? അപ്പൊ ആ രാജ്യത്ത് നിങ്ങൾ ഇത് കോൺസെൻട്രേറ്റ് ചെയ്ത് നിയമവാഴ്ചയിലാണ്. അതൊരു പക്ഷപാതപരമായ നിയമവാഴ്ച എന്നുള്ളത് മുന്നണി രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമായി വന്നിരിക്കുകയാണ്. കേസിൽ നിന്ന് രക്ഷപ്പെടാൻ മുന്നണി മാറ്റം, രാഷ്ട്രീയ പിന്തുണ നൽകല്, ഇതെല്ലാം വന്നിരിക്കുമ്പോൾ നിങ്ങൾ അതിന് പകരം നിയമവാഴ്ചയിൽ ഊന്നി മാധ്യമങ്ങളും അതിന് തയ്യാറുള്ള രാഷ്ട്രീയ നേതാക്കൾ ഒന്നിച്ച് പ്രവർത്തിക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ നീക്കത്തിന് പിന്നിൽ ഇത്തരത്തിൽ കൂടി കാര്യങ്ങളുണ്ട് എന്ന് താങ്കൾക്ക് ബോധ്യമാകുന്നു? എനിക്ക് ബോധ്യമില്ല. ആ ആരോപണത്തിന് സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എന്റെ അടിസ്ഥാനത്തിൽ ആ ആരോപണത്തിന് ഒരു സാധുതയുണ്ട് തീർച്ചയായിട്ടും. കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ തീർച്ചയായും അല്ല, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വളരെ ശക്തമായ നിരീക്ഷണം നടത്തുകയും വളരെ ഷാർപ്പും കട്ട് ആൻഡ് റൈഡുമായി കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ. ഞാൻ നിങ്ങൾ പറയുമ്പോൾ ആ കാര്യം ആവർത്തിച്ച് പറയണു. രാഷ്ട്രീയ പക്ഷപാതങ്ങളുടെ പേരിലും സ്വാധീനത്തിന്റെ പേരിലും സാമ്പത്തിക സ്വാധീനത്തിന്റെ പേരിലും മാധ്യമ സ്വാധീനത്തിന്റെ പേരിലും ഒക്കെ നികുതി വെട്ടിപ്പുകൾ ഒരേ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥ ഇന്നില്ല. ഒരേ രീതിയിൽ കൈകാര്യം ചെയ്യാത്തടത്തോളം ബ്ലാക്ക് മണി കൊണ്ടുള്ള ദൂഷ്യം തടയാൻ പറ്റില്ല, രാഷ്ട്രീയത്തിൽ അഴിമതി തടയാനും പറ്റില്ല. അതായത് ശ്രീ രാജൻ, താങ്കളുടെ അനുഭവത്തിൽ നിന്നുകൂടി, അതായത് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് പുറത്തെത്തി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതേ സംബന്ധിച്ചുണ്ട് എന്ന് ബോധ്യമായ ഒരു ഘട്ടത്തിൽ ഇനി എന്താണ് ഇതിനകത്ത് നിയമപരമായി തുറക്കുന്ന വാതിലുകൾ? നിയമപരമായി തുറക്കാവുന്ന കാര്യം പരാതിക്കാരന് ഇത് സംബന്ധിച്ച് മേൽ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഏജൻസികൾക്ക് എഴുതി അയച്ചിട്ട് അവർ കേസെടുത്തില്ലെങ്കിൽ പബ്ലിക് ഇൻവെസ്റ്റിഗേഷൻ വഴിയോ സർക്കാർ വഴിയോ നിയമം വായിച്ചാൽ നടപ്പാക്കാനുള്ള കോടതി പോകാൻ നിർത്തുള്ളൂ. നിയമം നടപ്പാക്കേണ്ടവർ നടപ്പാക്കിയില്ലെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. അതിന് രാഷ്ട്രീയ പിന്തുണ കൊടുക്കാവുന്നതാണ്. അതായത് പ്രതിപക്ഷ നേതാവ് ഈ അടുത്തിടെ പറഞ്ഞു, കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ട് ഏതറ്റം വരെയും പോവും, നിയമപരമായി പോവും, സുപ്രീം കോടതിയിൽ പോവും. അദ്ദേഹത്തിനും ഇതിൽ കക്ഷി ചേർന്ന് അദ്ദേഹത്തിന്റെ കേസുമായി ബന്ധപ്പെട്ടും ഇത് ആഡ് ചെയ്യാവുന്നതാണ്. ചെയ്യാവുന്നതാണ്, യാതൊരു തർക്കമില്ല. എന്നാലേ അദ്ദേഹത്തെ ആശയമുള്ള ആൾക്കാർ എന്തെങ്കിലും ചെയ്താലല്ലാതെ ഇവിടെ ഈ സാമ്പത്തിക കുറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമവാഴ്ച ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് മുന്നണി രാഷ്ട്രീയത്തിന്റെയും കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലൊക്കെ സ്ഥിതി അത് തന്നെയാണ്. വളരെ നന്ദി ശ്രീ പി രാജൻ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ BJP നേതാവ് VV രാജേഷ് കൂടി ചേരുകയാണ്. രാജേഷ്, ഗുരുതരവും ഗൗരവവുമായ കാര്യങ്ങൾ 1.5 വർഷം മുമ്പ് സർക്കാർ ഏജൻസി കണ്ടെത്തി. അതായത് വിജിലൻസിന്റെ അന്വേഷണത്തിൽ DYSP വേണുഗോപാൽ നടത്തിയ അന്വേഷണത്തിൽ ബോധ്യമായ കാര്യങ്ങളിൽ വെള്ളാപ്പള്ളി നടേശൻ സാമ്പത്തികമായി SNDPയുടെ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് നടത്തി. 1. 2, അദ്ദേഹത്തിൻ്റെ 2 മക്കൾ വിദേശ നാണ്യ നയ ചട്ടം ലംഘിച്ചു എന്നും കണ്ടെത്തിയിരിക്കുന്നു. ഇങ്ങനെ ഗുരുതരമായ കാര്യങ്ങൾ വിജിലൻസിന്റെ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ഒരു നടപടിയും ഇല്ലാതെ പൊടി പിടിച്ചിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾക്ക് കണ്ടെത്താനായത്. VV രാജേഷ്, BJPയുടെ പ്രതികരണം. അതായത് 1.5 വർഷം മുമ്പ് കണ്ടെത്തിയ ഈ റിപ്പോർട്ട് അമിത്ഷായുമായും നരേന്ദ്രമോദിയുമായും വെള്ളാപ്പള്ളി നടേശൻ കൂടിക്കാഴ്ച നടത്തുന്നതുവരെ കണ്ടെത്താൻ കഴിയാതെ അല്ലെങ്കിൽ അതിൽ ഒരു നടപടിയെടുക്കാൻ കഴിയാതിരുന്നത് എന്താണ് എന്ന് രാജേഷ്, താങ്കളുടെ ഫോൺ വ്യക്തമല്ല ഫോൺ പറയൂ. ഞാൻ യാത്രയിലായതുകൊണ്ട് പറഞ്ഞോളൂ, ഇപ്പോൾ കേൾക്കാം. അതായത് 1.5 വർഷം മുമ്പ് കണ്ടെത്തിയ ഈ വിവരങ്ങൾ അമിത്ഷായും നരേന്ദ്രമോദിയുമായി വെള്ളാപ്പള്ളി നടേശൻ ചർച്ച നടത്തുന്നത് വരെ എന്താ പുറത്തു വരാതിരുന്നത് എന്നുള്ളതിന് മറുപടി ആദ്യം പറയണം. അതായത് VV രാജേഷ്, അതിന് മറുപടി പറയാം. അമിത്ഷായുമായി വെള്ളാപ്പള്ളി നടേശൻ കൂടിക്കാഴ്ച നടത്തി എന്നതിന്റെ പേരിൽ ഇത്തരത്തിൽ ലഭിച്ച കാര്യങ്ങൾ കൊടുക്കാതെ മുക്കി വെക്കണം എന്ന താല്പര്യമാണോ താങ്കൾക്കുള്ളത്? അങ്ങനെ ഞാൻ ആ താല്പര്യം അതിൽ അണ്ടർസ്റ്റുഡ് ആണ് VV രാജേഷ്. അല്ല, താങ്കൾക്ക് അണ്ടർസ്റ്റുഡ് ആയ കാര്യമല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. താങ്കൾ പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് ബോധ്യമാണ്. എന്നെ പറയാൻ അനുവദിക്കുന്നില്ലല്ലോ. പറയൂ. അതിൽ BJPയുടെ പ്രതിനിധി പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തുക, അതിനുശേഷം ഞങ്ങൾ മറുപടി പറയുമ്പോഴേക്കും അത്
നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് എതിരാണെന്നുണ്ടെങ്കിൽ ഉടൻ തടസ്സപ്പെടുത്തുക. അതല്ലല്ലോ ചർച്ചയുടെ രീതി. അതൊന്നും അല്ല, പറയൂ. അല്ലല്ല, എന്റെ അഭിപ്രായം കേൾക്കണം. എനിക്ക് പറയാനുള്ള സമയം തരണം. ഞാൻ പറയുന്നത്, വെള്ളാപ്പള്ളി നടേശൻ SNDP മൈക്രോ ഫിനാൻസ് തുടങ്ങിയത് ഏകദേശം ഒരു 10-15 വർഷമായി. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനെതിരെ ഇപ്പോൾ പറഞ്ഞു വരുന്ന ചില ആരോപണങ്ങൾ വന്നിട്ട് 15-20 വർഷമായി. ഇത്രയും 2-2.5 പതിറ്റാണ്ടുകളായുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ഒരു 3 മാസത്തിനിപ്പുറം കേരളത്തിൽ ഉണ്ടായ രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ സമയത്ത് മാത്രം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് പ്രതിപക്ഷത്തിനും ഗവൺമെന്റിനും മിസ്റ്റർ വി വി രാജേഷ്, താങ്കൾ ഒരു പൊതുപ്രവർത്തകനാണ്. സോളാറിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എത്രയോ നാൾ മുമ്പ് നടന്നതാണ്. ബോധ്യമായതും തെളിവുകൾ ലഭിച്ചതും ആധികാരികത ലഭിച്ചതും പിന്നീടാണ്. അത് അപ്പോഴല്ലേ വാർത്തയായത്. തെളിവുകളും ബോധ്യമാകുന്ന കാര്യങ്ങളും ലഭിക്കുമ്പോൾ ആധികാരികമെന്ന് തോന്നുന്ന സംഭവത്തെക്കുറിച്ച് ഒരു പൊതുപ്രവർത്തകൻ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? എനിക്ക് അത്ഭുതം തോന്നുന്നു വി വി രാജേഷ്. താങ്കൾക്ക് അതിശയം തോന്നേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും പീപ്പിൾ ടിവിയും കാര്യങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. വി വി രാജേഷ് കേൾക്കുന്നില്ല. ഫോൺ റേഞ്ച് പോയി. വി വി രാജേഷ് കേൾക്കാമോ? തീർച്ചയായും വി വി രാജേഷാണ് ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ ശ്രമിച്ചു വന്നത്. അദ്ദേഹത്തിന് യാത്രയിലായതുകൊണ്ട് ഫോൺ റേഞ്ച് കറക്റ്റ് അല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത് ലഭ്യമാകുന്നില്ല. ജീവനിലേക്ക് എത്തിയാൽ, അതായത് BJP രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ശ്രമിച്ചു എന്ന വാക്കുകളാണ് വി വി രാജേഷ് എന്ന BJPയുടെ വക്താവിൽ നിന്നും ബോധ്യമാകുന്നത്. പി രാജൻ, നമുക്കറിയാം ഇതിൻ്റെ രാഷ്ട്രീയ ഉപദേശവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് പി രാജൻ. പക്ഷേ പി രാജൻ പോലും ഈ വസ്തുതകൾ നമ്മൾ തെളിവായി നൽകിയ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമപരമായ ഒട്ടേറെ പരിപ്രേക്ഷ്യമുണ്ട്, മുമ്പോട്ട് പോകേണ്ട ഒരുപാട് സാധ്യതകളുണ്ട്, അത്തരത്തിലുള്ള ഇടപെടലുണ്ട് എന്ന് അദ്ദേഹം നിഷ്പക്ഷമായി നിരീക്ഷിച്ചു. പക്ഷേ രാഷ്ട്രീയമായി BJP അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു എന്ന കാര്യം ഗൗരവമായി ഇവിടെ പരിഗണിക്കേണ്ടതില്ലേ? 1. 2, ഇത് തന്നെയാകില്ലേ SNDPയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെ രാഷ്ട്രീയ സാധ്യതകൾ ഇതുവരെ നിരീക്ഷിച്ചുകൂടെ? ജീവൻ. തീർച്ചയായും വി വി രാജേഷ്, നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതനായ വി വി രാജേഷിന് തീർച്ചയായും അത്തരത്തിലൊരു ചോദ്യം എന്തുകൊണ്ട് ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്. കാരണം എന്തുകൊണ്ട് ഇപ്പോൾ മാത്രം ഈ തട്ടിപ്പുകൾ പുറത്തു വരുന്നു എന്നതിനെ സംബന്ധിച്ച്. പക്ഷേ വി വി രാജേഷ് അപ്പോഴും ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം വി വി രാജേഷ് വിശദീകരിക്കാൻ ബാധ്യസ്ഥനാണ്. 1999 വെള്ളാപ്പള്ളിയുടെ കണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്നത് BJPയുടെ ഗവൺമെൻറ്റാണ്, NDAയുടെ ഗവൺമെൻറ്റാണ്. അന്ന് നടന്ന എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡിൽ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ നിന്നും 8 വയർലെസ് സെറ്റുകൾ പിടിച്ചെടുത്തതായ ആരോപണം വന്നിരുന്നു. നമ്മുടെ ജീവൻ ദയവായി തുടരുക. നമ്മുടെ വി വി രാജേഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. വി വി രാജേഷ്, നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്. അതായത് 1.5 വർഷം മുമ്പ് ബോധ്യമായ വിജിലൻസിന്റെ റിപ്പോർട്ട് ആധികാരികമായി ഞങ്ങൾക്ക് ലഭിച്ചു. അതേ സംബന്ധിച്ച് ജനങ്ങളോട് ഞങ്ങൾ കാണിക്കുകയാണ് ആ റിപ്പോർട്ടിലുള്ള പരാമർശം 4-8% ലഭിച്ച മൈക്രോ ഫിനാൻസിലെ പണം ഈഴവ സമുദായത്തിലെ പാവങ്ങളായ സ്ത്രീകൾക്ക് 13-18% കൊടുത്തു എന്ന് വിജിലൻസിന് അന്ന് ബോധ്യമായിരുന്നു. 1. 2, തുഷാർ വെള്ളാപ്പള്ളിയും അദ്ദേഹത്തിൻ്റെ മകളും, അതായത് വെള്ളാപ്പള്ളി നടേശൻ്റെ 2 മക്കളും വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചു എന്നും വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. ഈ വാദത്തോടുള്ള BJPയുടെ പ്രതികരണം ശ്രീ വി വി രാജേഷ്. ഞാൻ ആദ്യം പ്രതികരണം പറയാം, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റായ വിവരങ്ങളിലേക്ക് പോകും. അതായത് ഇങ്ങനെ കണ്ടെത്തിയ ആധികാരികമായ വിവരങ്ങളുണ്ടെങ്കിൽ ഈ സാമ്പത്തിക ക്രമക്കേട് ഉന്നയിച്ചുകൊണ്ട് പലരും കോടതിയെ സമീപിച്ചിരിക്കുകയാണല്ലോ. ആ കോടതിയിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ രേഖകളുടെ പകർപ്പുകൂടി ഹാജരാക്കി കഴിഞ്ഞാൽ അവർ സമീപിച്ചിട്ടുള്ള അവരുടെ വാദങ്ങൾക്ക് കൂടുതൽ ബലം ലഭിക്കുകയും കോടതിക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും സാമ്പത്തിക ക്രമക്കേടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ കോടതിയെയും അന്വേഷണ ഏജൻസികളെയും ആ തെളിവുകൾ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇതിൽ വെള്ളാപ്പള്ളി നടേശനും അതോടൊപ്പം തന്നെ BJPയും ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് സുതാര്യമായ അന്വേഷണമാവാം, ഏത് തരത്തിലുള്ള അന്വേഷണമാകാം എന്ന് പറഞ്ഞ് അന്വേഷണം സ്വാഗതം ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ ഈ തെളിവുകൾ അതിനെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അന്വേഷണങ്ങളെയോ സാമ്പത്തിക ക്രമക്കേടുകളെയോ ഞങ്ങൾ അന്വേഷണത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല, സാമ്പത്തിക ക്രമക്കേടുകളെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. ആര് നടത്തിയാലും അന്വേഷണം നടത്തണം. അത് പറയുമ്പോൾ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. 1.5 വർഷം മുമ്പ് കണ്ടെത്തിയ തെളിവുകൾ എന്തുകൊണ്ട് ഇപ്പോൾ മാത്രം പുറത്തു വന്നു? അത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ അഴിമതി രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ശ്രീ വി വി രാജേഷ്, താങ്കൾ ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തുകയാണ്. അതായത് 1999
അന്ന് ഇൻകം ടാക്സിന്റെ റെയ്ഡ് നടക്കുന്നു വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ. ആരായിരുന്നു അന്ന് ഭരിക്കുന്നത്? ആരായിരുന്നു അന്ന് ഭരിച്ചിരുന്നത്? വയർലെസ് സെറ്റുകൾ ലഭിച്ചില്ലേ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ നിന്ന്? അത്തരത്തിലുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമില്ലേ? BJP ആയിരുന്നു കേന്ദ്രത്തിൽ ഭരിച്ചിരുന്നത്. എന്തേ 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 പറ വി രാജേഷ്. പറയാമല്ലോ. അതായത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറ്റുണ്ടാവും. നിങ്ങൾ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ കണ്ടുപിടുത്തങ്ങൾ നടത്തി എന്നുള്ള നിലയ്ക്ക് നാടകീയമായൊന്നും അവതരിപ്പിക്കേണ്ട. BJP എന്നെ പറയാൻ തടസ്സപ്പെടുത്തരുത്. അജിത് എന്നെ തടസ്സപ്പെടുത്തരുത്. ഞാൻ പറയുമ്പോഴേക്കും 1998 മുതൽ 2004 വരെ BJP ഭരിച്ചിരുന്നു. ആ സമയത്ത് പല സ്ഥലങ്ങളിലും അന്വേഷണങ്ങൾ നടന്നിരുന്നു. ഇനി അന്ന് നടത്തിയ അന്വേഷണത്തിൽ, നിങ്ങൾ നടത്തിയ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാമല്ലോ. അന്വേഷണം ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും അന്വേഷണം നടന്നിട്ടുണ്ട്. അതിൽ പിടിച്ചെടുത്ത രേഖകളെ കുറിച്ച് നിങ്ങളുടെ ഒരു മാധ്യമ പ്രവർത്തകനെ കോടതിയെ സമീപിച്ചുകൊണ്ട് അതിന്റെ യാഥാർത്ഥ്യം, ഇങ്ങനെ വയർലെസ് സെറ്റുകൾ എവിടെ പോയി എന്ന് എന്നെ വിളിച്ച് ചോദിക്കുന്നതിന് പകരം അത് കണ്ടെത്തിയിട്ട് അതിലെന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉൾപ്പെടെ ജനങ്ങളുടെ മുമ്പ് കൊണ്ടുവരാൻ നോക്കൂ. ജനങ്ങളുടെ മുമ്പ് ഒരു പുറമറ സൃഷ്ടിക്കരുതേ. പുകമറ സൃഷ്ടിക്കരുത്. അതായത് അന്നത്തെ BJP സർക്കാർ നടത്തിയ റെയ്ഡ്, അതുമായി ബന്ധപ്പെട്ട് പുറത്തെത്തിയ വാർത്തകൾ, തെളിവുകൾ ഒക്കെ താങ്കൾ നിഷേധിക്കുകയാണോ BJP വക്താവായ താങ്കൾ? എന്റെ സുഹൃത്തെ, ഞാൻ ആ തെളിവുകൾ കാണുകയോ ഞാൻ ആ അന്വേഷണത്തിന്റെ പിന്നാലെ പോവുകയോ ചെയ്തിട്ടില്ല. ഇനി താങ്കളുടെ കയ്യിൽ ആ അന്വേഷണത്തിൽ എന്തെങ്കിലും നടന്നു എന്നുള്ള തെളിവുണ്ടെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കട്ടെ. അങ്ങനെയുള്ള തെളിവ് കാണിക്കാനുണ്ടോ ഈ വാർത്തകളുടെ ഇടയ്ക്ക്? അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു തെളിവ് കാണിച്ചതിന് ശേഷം രാജേഷ് ഈ അന്വേഷണം അട്ടിമറിച്ചില്ലെന്ന് ചോദിക്കുന്നതിന് അർത്ഥമുണ്ട്. ശരി വി രാജേഷ്, ശരി വി രാജേഷ്, അതവിടെ ഇരിക്കട്ടെ. രണ്ട് ഇപ്പോൾ അതിന്റെ തുടർച്ചയായി തന്നെ നോക്കൂ. 1.5 വർഷം മുമ്പ് എത്തിയ വിജിലൻസ് റിപ്പോർട്ട് ഇത്തരത്തിൽ നടപടികൾക്ക് വിധേയമാകാതിരിക്കുന്നത് താങ്കളുടെ യുക്തിക്ക് എങ്ങനെയാണ് തോന്നുന്നത്? അതെന്താ ഞാൻ ആ വയർലെസ് സെറ്റിനെ കുറിച്ച് താങ്കളുടെ തെളിവുണ്ടോ താങ്കൾ വിഷയം മാറ്റുന്നത്? തെളിവുണ്ടോന്ന് എന്നോടാണോ വി രാജേഷ് ചോദിക്കുന്നത്? പിന്നല്ലാതെ താങ്കളല്ലേ വയർലെസ് സെറ്റ് എവിടെ പോയി? വയർലെസ് സെറ്റ് എടുത്തത് ഞാനല്ല, BJP സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്തം ഭരിക്കുന്നവരാണ്. അങ്ങനെ ഭരിക്കുന്നവർക്ക് രാഷ്ട്രീയമായ ഉത്തരവാദിത്തം സംബന്ധിച്ച് സംസാരിക്കണമെങ്കിൽ അത് വി രാജേഷാണ് സംസാരിക്കുന്നത്. കാരണം അന്ന് BJP സർക്കാരായിരുന്നു. എന്നോടാണോ ചോദിക്കുന്നത്? BJP ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഇന്ത്യ നടക്കുന്ന എല്ലാ അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ച് BJPയുടെ സംസ്ഥാന കമ്മിറ്റി വിവരം തരൂ. അന്വേഷണ ഏജൻസി എന്താ പറയുന്നത്? ഓക്കെ, അതാണല്ലോ നിങ്ങളുടെ രാഷ്ട്രീയമായ നിലപാട്. സമ്മതിച്ചു. കേന്ദ്രത്തിൽ BJP ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു നടപടിക്രമങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന വക്താവിന്റെ പറച്ചിൽ ഇതാണെങ്കിൽ ശരി, സമ്മതിച്ചു. ഇനി താങ്കളിലേക്ക് എത്താം. താങ്കൾ അവിടെ നിൽക്കൂ ദയവായി. ശ്രീ ജോർജ് ജോസഫ് നമ്മോടൊപ്പം ചേരുകയാണ്, മുൻ SP. ശ്രീ ജോർജ് ജോസഫ്, ഇത്തരത്തിൽ വിജിലൻസ് DYSP വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഈ കാര്യങ്ങൾ ബോധ്യമായത്. സാമ്പത്തികമായ ക്രമക്കേടും ഒപ്പം കേന്ദ്ര ഏജൻസിയിലേക്ക് പോകേണ്ട ചില മാനദണ്ഡങ്ങളും കുറ്റങ്ങൾ ഇതേ സംബന്ധിച്ച് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിക്കുമെതിരെ കണ്ടെത്തി. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് നിയമ നടപടികൾ സംഭവിച്ചിട്ടില്ല എങ്കിൽ എന്തൊക്കെ സാധ്യതകളാണ് ഇതിൽ തുറക്കുന്നത്? ശ്രീ ജോർജ് ജോസഫ് മുൻ SP ശ്രീ ജോർജ് ജോസഫ് ലൈനിലുണ്ടോ? തീർച്ചയായും അദ്ദേഹം ലൈനിൽ നിന്ന് പോയി. വി രാജേഷ് ഒരിക്കൽ കൂടി. വി രാജേഷ് ടെലിഫോൺ ലൈനിലില്ല എന്ന് തോന്നുന്നു. ജീവൻ കുമാർ, അതായത് ഗൗരവമായ ഒരു കാര്യം, അതായത് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉന്നയിച്ച ഒരു വിഷയം, അത് ഇതുമായി ബന്ധപ്പെട്ട് മറിച്ച് തെളിവുകളും ആധികാരികമായ രേഖകളും ലഭിച്ചതിന് ശേഷം മാത്രം മാധ്യമധർമ്മത്തിൻ്റെ ഭാഗമായി പീപ്പിൾ TV നൽകിയ നിരവധി കാര്യങ്ങൾ പല ഘട്ടങ്ങളിലും പല യൂണിയനുകളിലും പല മൈക്രോ ഫൈനാൻസിൻ്റെ യൂണിറ്റുകളിൽ നിന്നും ഇരകളാക്കപ്പെട്ടവർ പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ നൽകിയ വാർത്ത, ഇതൊക്കെ സ്ഥിരീകരിക്കുന്ന നിയമപരമായ തെളിവ് വിജിലൻസ് ലഭിച്ചു എന്നതാണ് നമ്മുടെ കയ്യിൽ, ജീവൻ്റെ കയ്യിലിരിക്കുന്ന ഈ റിപ്പോർട്ട് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ രാഷ്ട്രീയ മാനം, നിയമപരമായ മാനം, സമഗ്രതകളിലേക്ക് വി രാജേഷിൻ്റെ കൂടി ഏറ്റവും ഒടുവിലത്തെ പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി നിരീക്ഷണത്തിലേക്ക് ജീവൻ. അജിംഷാദ്, ഇനി നമുക്ക് ആദ്യം ഇതിൽ ചർച്ച ചെയ്യേണ്ടതിൻ്റെ നിയമപരമായ മാനങ്ങൾ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇതിൽ ചർച്ച ചെയ്യേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. കാരണം വിജിലൻസിൻ്റെ കൈവശം ഇപ്രകാരം ഒരു റിപ്പോർട്ട് തീർച്ചയായും ഇത് വിജിലൻസിൻ്റെ ഡയറക്ടർ കണ്ടിട്ടുണ്ടാവും. തീർച്ചയായും വിജിലൻസിൻ്റെ ഡയറക്ടർ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് കോടതിയിൽ സമർപ്പിക്കാൻ പറഞ്ഞ രേഖകളാണിത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിലെ ഏറ്റവും പ്രമുഖനായ വിജിലൻസിൻ്റെ ഡയറക്ടർ കണ്ട ഈ ഉത്തരവിൽ വിജിലൻസിൻ്റെ DYSP വളരെ കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു ഇത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട്, എന്തുകൊണ്ട് വിജിലൻസിൻ്റെ ഉന്നതാധികാരികൾ ഈ കാര്യം സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ?
ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്തെങ്കിൽ സർക്കാർ ആ കാര്യത്തിൽ കേന്ദ്ര ഏജൻസികൾക്ക് അയക്കാതെ ഇത് സംസ്ഥാനത്ത് പൂഴ്ത്തി വെച്ചോ, അതോ സംസ്ഥാനത്ത് നിന്നും ഇത് കേന്ദ്ര ഏജൻസികൾക്ക് അയച്ചു കൊടുത്തതിനു ശേഷം ഈ പൂഴ്ത്തിവെപ്പ് നടന്നത് കേന്ദ്രത്തിലായിരുന്നോ? ഈ 4 ചോദ്യങ്ങൾക്ക് തീർച്ചയായും വരും ദിവസങ്ങളിൽ നമുക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ നിയമപരമായ മാനം തീർച്ചയായും ഈ കോടതി ഈ റിപ്പോർട്ട് അംഗീകരിച്ചോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലുകളാണ് വരും ദിവസങ്ങളിൽ ഇനി ഇത് പുറത്തു വരേണ്ടത്. വിജിലൻസ് റിപ്പോർട്ടിന്റെ ആധികാരികത എത്രത്തോളം ഉണ്ടായിരുന്നു? സാമ്പത്തിക കാര്യ വിദഗ്ധൻ കൂടിയായ ജോർജ് ജോസഫ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, താങ്കൾ നേരത്തെ തെറ്റായാണ് ഞാൻ അഡ്രസ്സ് ചെയ്തത്, ക്ഷമിക്കുക. അതായത് ഇപ്പോഴാണ് കൃത്യമായി ബോധ്യമായത്. ശ്രീ ജോർജ് ജോസഫ്, അതായത് വിജിലൻസിന്റെ കണ്ടെത്തലിൽ ഗൗരവമായ ചില കാര്യങ്ങൾ പറയുന്നു. അതായത് വിദേശ നാണ്യ നയചട്ടവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ലംഘനം തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശന്റെ മകളും ചെയ്തിട്ടുണ്ട്. അതായത് തുഷാർ വെള്ളാപ്പള്ളിയും അദ്ദേഹത്തിൻ്റെ സഹോദരിയും ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന ചില രേഖകൾ ലഭിച്ചു. അങ്ങനെയെങ്കിൽ ഇത് കേന്ദ്ര ഏജൻസിയിലേക്കാണ് റെഫർ ചെയ്യേണ്ടതെന്നും വിജിലൻസ് എഴുതി വെക്കുന്നു. പക്ഷേ ഇതേ സംബന്ധിച്ച് തുടർ നടപടികളൊന്നുമില്ല. എന്തൊക്കെ സാധ്യതകൾ? അല്ല, തീർച്ചയായിട്ടും ഈ വിഷയം വളരെ ഗൗരവമർഹിക്കുന്ന കാര്യമാണ്. അന്ന് അന്വേഷണം നടന്ന കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് ചില ന്യൂനതകളും പാകപ്പിഴകളും അതുപോലെ ചില തിരിമറികളും ഒക്കെ കണ്ടെത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. പക്ഷേ പിന്നീട് ഇതിനെ സംബന്ധിച്ച് ഗൗരവതരമായിട്ടുള്ള ഇപ്പോ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ വയർലെസ് സെറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ വിദേശത്തടക്കം ബന്ധപ്പെടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംവിധാനമായിരുന്നു എന്നായിരുന്നു അന്നെല്ലാം ഇതിനെ സംബന്ധിച്ച് അറിഞ്ഞിരുന്നത്. അപ്പൊ ആ രീതിയിൽ അത് ഒരു പല മാനങ്ങളുള്ള ഒരു സംഭവമായിരുന്നു. അതിനെ സംബന്ധിച്ച് ഗൗരവതരമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ വിജിലൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം ഇത് ഇതുവരെ വെളിച്ചം കാണാതിരുന്ന ഒരു കാര്യമാണ്. അത് കൈരളി പീപ്പിളിന്റെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ അത് എക്സ്പോസ് ചെയ്യാൻ കഴിഞ്ഞത് ഒരു വലിയ കാര്യമാണ്. അത് തീർച്ചയായിട്ടും അന്ന് ആ ഒരു ഘട്ടത്തിൽ ആ വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ വയർലെസ് സെറ്റുകളടക്കമുള്ള കാര്യങ്ങൾ വിദേശങ്ങളിലടക്കം ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അത് കേരള പോലീസിന്റെ പരിധിയിൽ നിൽക്കുന്ന ഒരു അന്വേഷണമല്ല. അതിന് ഒരു നാഷണൽ ഏജൻസി CBI പോലുള്ള അല്ലെങ്കിൽ അതുപോലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ദേശീയ ഏജൻസി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മൈക്രോ ഫിനാൻസ് പോലുള്ള കാര്യങ്ങളെന്ന് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള വളരെ പാവപ്പെട്ട ആളുകൾക്ക് 1% അതിലും താഴെയും വളരെ മിതമായ പലിശ നിരക്കിൽ ചെറിയ എമൗണ്ടുകൾ കൊടുക്കുക. ആ എമൗണ്ട് ഉപയോഗിച്ച് സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെറിയ അച്ചാർ യൂണിറ്റ് അല്ലെങ്കിൽ കുടുംബശ്രീ പോലുള്ള കാര്യങ്ങളിലെ ചില വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ ചില ചെറിയ യൂണിറ്റുകൾ ഉണ്ടാക്കി അവർക്കൊരു നിത്യ വരുമാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ളൊരു അടിസ്ഥാന കാര്യം തന്നെ. ഇവിടെ അത് ലംഘിച്ച് ഒരുപാട് കാര്യങ്ങൾ നടന്നിരിക്കുന്നു. ലംഘിച്ചു എന്ന് മാത്രമല്ല ലാഭേച്ഛയിൽ അനധികൃതമായ ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. തീർച്ചയായിട്ടും അനധികൃതമായ ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ നമുക്കറിയാം 1% അതിന് താഴെയോ ഒക്കെ പലിശയ്ക്ക് വായ്പ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ചെലവ് പോലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. അപ്പൊ അത് കൊടുക്കുന്നത് തന്നെ അത്രയ്ക്ക് അതിന് നഷ്ടം സഹിച്ചുകൊണ്ട് അതിന്റെ ആ ഒരു വരുമാനം കണക്കാക്കാതെ പാവപ്പെട്ടവരുടെ അപ്ലിഫ്റ്റിന് വേണ്ടിയാണ്. അപ്പൊ അതിലൊരു ക്രമക്കേട് നടന്നിട്ടുണ്ട്. അത് വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമേറിയ ഒരു കാര്യമാണ്. കാരണം സാധാരണക്കാരന്റെ ഒരു പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരിക എന്ന് നമ്മൾ പറയുന്ന ഒരു പ്രയോഗം ശരിക്കും അർത്ഥത്തിൽ വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ 1.5 വർഷം മുമ്പുണ്ടായിട്ടുള്ള വിജിലൻസ് റിപ്പോർട്ടിന്മേൽ കാര്യമായ നടപടി ഉണ്ടായില്ല എന്ന് പറയുന്നത് വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്. അത് കേന്ദ്ര ഏജൻസി അടക്കമുള്ള ആളുകൾ അന്വേഷിച്ച് ഇതിന്റെ സത്യാവസ്ഥ തീർച്ചയായും. ശ്രീ ജോർജ് ജോസഫ്, ഒരു സംശയം. അതായത് ഈ വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചു എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കൂടി അറിയാൻ വേണ്ടി എത്രത്തോളം ഗൗരവമുള്ള നടപടിയാണത്? അതേ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ഫെറയാണോ ഫെമയാണോ ഇപ്പോൾ അതേ സംബന്ധിച്ചുള്ള നിയമം അതേക്കുറിച്ചും എനിക്ക് ചെറിയ സംശയമുണ്ട്. ഇത് തുഷാർ വെള്ളാപ്പള്ളിക്കും സഹോദരിക്കുമെതിരെ എത്തിയിരിക്കുന്നത് എത്രത്തോളം ഗൗരവം അറിയിക്കുന്നതാണ്? കേന്ദ്ര ഏജൻസിക്ക് മാത്രം അന്വേഷിക്കാൻ കഴിയുന്ന ഈ കാര്യത്തെ സംബന്ധിച്ച് വിജിലൻസ് റെഫർ ചെയ്തതിനെ കുറിച്ച് ഒക്കെ അല്ല, ഇതില് ആ ഒരു അംശം ഉള്ളതുകൊണ്ട്, അതായത് ഫെറ വയലേഷൻ അതുപോലെയുള്ള വിദേശ നാണ്യ ചട്ടങ്ങളിലെ കാര്യങ്ങളിലുള്ള വയലേഷൻ ഉള്ളതുകൊണ്ട് ആണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന പല കാര്യങ്ങളും അന്നത്തെ അന്വേഷണത്തിൽ ഒരു കൃത്യമായ വിവരങ്ങൾ നമുക്കറിയില്ലെങ്കിലും അന്ന് ഈ അന്വേഷണം എവിടെയോ വെച്ച് ബ്രേക്കായി പെട്ടെന്ന് അത് നിലച്ചു പോവുകയാണ് ചെയ്തത്. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ അതിനകത്തേക്ക് ഗൗരവതരമായി പോയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ വിദേശ നാണ്യ ചട്ട വയലേഷൻ ഇപ്പൊ നമുക്കറിയാം, വിദേശത്തേക്ക് ഇതിൽ നിന്നുള്ള വരുമാനമോ മറ്റു കാര്യങ്ങളോ കൊണ്ടുപോയിട്ടുണ്ടോ
വിദേശത്തെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടോ, വിദേശത്തെ ബാങ്കുകളിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ റിസർവ് ബാങ്ക് അടക്കമുള്ള ഒരുപാട് ഏജൻസികളുടെ അംഗീകാരവും അനുമതിയും അതിനാവശ്യമാണ്. അത് ലംഘിച്ചുകൊണ്ട് അനധികൃതമായ ഒരു കുഴൽപ്പണത്തിന്റെയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഈ പണം കൈമാറിയിട്ടുണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഇതിന്റെ അകത്ത് വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ വിജിലൻസ് റിപ്പോർട്ട് പുറത്തു വന്നത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരം വയലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് രാജ്യ താല്പര്യത്തെ കൂടി ഹനിക്കുന്ന വിധത്തിലാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും RBI പോലുള്ള കാര്യങ്ങൾ അതിനകത്ത് വരുന്നു. കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെയും കമ്പനി അടക്കമുള്ള കാര്യങ്ങളുടെയും അനുമതികളുടെ കാര്യങ്ങൾ വരുന്നു. ഇങ്ങനെ ഒരുപാട് നോംസ് ഇതിനകത്ത് ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പണം എങ്ങോട്ട് പോയി, ഈ പണം എങ്ങനെയാണ് വിനിയോഗിക്കപ്പെട്ടത്, ഏതൊക്കെ സോഴ്സിലേക്ക് ഇത് പോയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കേരള പോലീസിന് അന്വേഷിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആ വിജിലൻസ് റിപ്പോർട്ടിൽ കൂടുതൽ വിശാലമായിട്ടുള്ള കേന്ദ്ര തലത്തിലുള്ള അന്വേഷണം വേണമെന്ന് അവർ എഴുതിയത്. അതാണ് വ്യക്തമാണ്. ശ്രീ ജോർജ് ജോസഫ്, ജീവൻകുമാർ, അവസാനമായി ചർച്ച അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒറ്റ കാര്യം കൂടി, അതായത് വളരെ ഗൗരവമായ കാര്യമാണ്. രാജ്യദ്രോഹ താല്പര്യങ്ങൾ എത്തുന്നു. ഒരു സമുദായത്തിൻ്റെ നേതൃത്വത്തിലിരുന്നു കൊണ്ട് ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തി. ഇതിനൊക്കെ ഉദാത്തമായ തെളിവുകൾ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസിക്ക് ലഭിച്ചു, വിജിലൻസിന് ലഭിച്ചു എന്നുള്ളതാണ് ഈ രേഖകൾ പറയുന്നത്. നിരീക്ഷിച്ചവരത്രയും രാഷ്ട്രീയ താല്പര്യങ്ങളില്ലാത്തവർ ഈ വാർത്തയെ കണ്ടതും അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഗൗരവം തുടർന്നുള്ള ദിവസങ്ങൾ, ഒപ്പം VS അച്യുതാനന്ദൻ ഇതേ സംബന്ധിച്ച് കേസുമായി മുമ്പോട്ട് പോകും എന്ന് പറഞ്ഞതിന് കൂടുതൽ സഹായകരമാകുമോ ഈ കാര്യങ്ങൾ ഒക്കെയും വളരെ പെട്ടെന്ന് ചുരുക്കത്തിൽ. അജിംഷാദ്, പരിമിതമായ നമ്മുടെ പരിജ്ഞാനം വെച്ച് നമുക്ക് ഈ കാര്യത്തിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യം, നിലവിൽ ഇത് സംബന്ധിച്ചൊരു കേസ് കോടതിയിൽ, പ്രത്യേകിച്ച് വെള്ളാപ്പള്ളിയുടെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടൊരു കേസ് കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. ആ കേസിൽ ഇതിനോടകം പുറത്തു വന്ന എല്ലാ വിമർശനങ്ങളും ഇതിനോടകം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കാര്യവുമാണ്. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് കൂടിയായ അല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആളുകൾക്കടക്കം എല്ലാവർക്കും ഈ കേസിൽ കക്ഷിയായി ചേർന്നുകൊണ്ട് കൂടുതൽ ശക്തമായി ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും വിധമുള്ള തെളിവുകളും രേഖകളുമാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിട്ടത്. കാരണം ഈ രേഖകളിലുടനീളം പല ഘട്ടങ്ങളിലും വെള്ളാപ്പള്ളിക്കെതിരെ മതിയായ തെളിവുകൾ കിട്ടാനില്ല. പല പ്രസ്താവനകളും ആരോപണങ്ങളും പൊതുപ്രസ്താവനകളാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച വിജിലൻസിന് കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വ്യക്തമാണ്. ജീവൻകുമാറാണ് ഗുരുതരമായ വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ പകർപ്പ് സഹിതം ഇതിന്റെ വാർത്തകൾ വിശദീകരിച്ചത്.